തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമൊക്കെ ഏകദേശം ഒരു വർഷ കാലയളവിനുള്ളിൽ കേരളത്തിൽ നടക്കും. മുന്നണികളും ആ മുന്നണികളിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും അതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായി കഴിഞ്ഞു. ഇലക്ഷനുകൾക്ക് മുൻപുള്ള മുന്നൊരുക്കങ്ങൾ മുതൽ ഈ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ എന്തു ചെയ്യണം എന്ന കൂടിയാലോചനകൾ വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പ്രധാനമായുമുള്ള രണ്ട് മുന്നണികൾ, അതായത് LDFനെയും UDFനെയും സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് രണ്ട് മുന്നണികളും കൂടെ മൂന്നാം മുന്നണിയായ NDAയും മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് പുറത്തുനിന്നും കളി കാണുന്ന ഒരു കൂട്ടരുണ്ട്. കാരണം അവർ ഒരു മുന്നണിയിലും ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല. ഇനി ഏതെങ്കിലും മുന്നണിയിൽ ഉൾപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഉൾപ്പെടുമായിരിക്കും എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിനെ കുറിച്ച് തന്നെയാണ്. ദേശീയതലത്തിൽ അവർ ഇന്ത്യ മുന്നണിയിലാണെങ്കിലും കേരളത്തിൽ അവർ ഈ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേശീയതലത്തിലെ സാഹചര്യമല്ല സംസ്ഥാന തലത്തിൽ എന്നുള്ളതിനാൽ ഇക്കാര്യത്തിൽ അമ്പരപ്പോ ആശ്ചര്യമോ ഒന്നും തോന്നേണ്ട കാര്യമില്ല. ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ട രണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് CPMഉം കോൺഗ്രസും കേരളത്തിൽ വിഭിന്ന മുന്നണികളിലാണ് മത്സരിക്കുന്നത്. തികച്ചും മുഖാമുഖമുള്ള പോരാട്ടം. ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയിലുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെത്തുമ്പോൾ ഈ രണ്ട് മുന്നണികളിലായി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ ഈ രണ്ട് മുന്നണികളിൽ ഒന്നും കാണാനില്ല. തൃണമൂൽ കോൺഗ്രസിനെ വേണമെങ്കിൽ ഞങ്ങൾ എടുക്കാം എന്ന സൂചനകൾ നൽകി BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി കേരളത്തിൽ മാറി നിൽപ്പുണ്ട്. പക്ഷെ അങ്ങനെ വന്നാൽ അതോടുകൂടി തങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് വ്യക്തമായി അറിയാവുന്ന തൃണമൂൽ കോൺഗ്രസും കേരളത്തിൽ അതിനെ നയിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന PV അൻവറും അവർക്ക് ഇതുവരെയ്ക്ക് പിടികൊടുത്തിട്ടില്ല. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് LDF മുന്നണിയിൽ ഉൾപ്പെടില്ലെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. കാരണം ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് CPM ആണല്ലോ. CPMൻ്റെ കൂടെ നിന്ന് പണി നൽകി പുറത്തുപോയ PV അൻവർ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുമായി വീണ്ടും കേരളത്തിൽ അവതരിക്കുമ്പോൾ അക്കൂട്ടരെ പടിക്കകത്ത് കയറ്റില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് LDFും അതിനെ നയിക്കുന്ന CPMഉം. അല്ലെങ്കിൽ തന്നെ തൃണമൂൽ കോൺഗ്രസും CPMുമായി ഒരിക്കലും ചേരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യം പറഞ്ഞാൽ PV അൻവറിനോ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിനോ LDFിൽ പോകണമെന്ന് ഒരാഗ്രഹവുമില്ല. അവർ UDF പ്രവേശനത്തിന് മാസങ്ങൾക്ക് മുൻപ് അപേക്ഷയും നൽകി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. UDF ആണെങ്കിലോ അക്കാര്യം മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ PV അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറയൂ. UDFിനോടുള്ള കൂറു തെളിയിക്കാൻ പലപ്പോഴായി PV അൻവർ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, താൻ വിളിച്ചാൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലേക്ക് ഓടി വരുമെന്ന് കാണിക്കാൻ PV അൻവർ ഒരു യോഗം കേരളത്തിൽ വിളിച്ചു കൂട്ടിയിരുന്നു. യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ വലിയ നേതാക്കളായ ഡെറിക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയുമായിരുന്നു. അവർ കേരളത്തിലെത്തി യോഗവും കൂടി. എന്നാൽ എന്താണ് സംഭവിച്ചത്? ദേശീയ തലത്തിൽ നിലനിൽക്കുന്ന ചില സൗന്ദര്യ പിണക്കങ്ങൾ മനസ്സിൽ വച്ചുകൊണ്ട് കേരളത്തിലെ UDFന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും നന്നായി ചീത്ത പറഞ്ഞു. കോൺഗ്രസിനെ കൊണ്ട് ഒന്നും നടക്കില്ല എന്നുവരെ അവർ പറഞ്ഞു കളഞ്ഞു. വല്ലതും നടക്കണമെങ്കിൽ തങ്ങൾ, അതായത് തൃണമൂൽ കോൺഗ്രസ് വിചാരിക്കണമെന്നും അവർ തള്ളി മറിച്ചു വച്ചു. അതോടുകൂടി പാവം അൻവറിൻ്റെ UDF പ്രവേശനം തൃശങ്ക് സ്വർഗത്തിലായി. താഴേക്ക് വരാനും പറ്റുന്നില്ല, മുകളിലേക്ക് പോകാനും പറ്റുന്നില്ല. അതിനിടെ മണ്ഡല പുനർരൂപീകരണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതിൻ്റെ ഭാഗമായുള്ള പിന്തുണ ഉറപ്പിക്കാനും തമിഴ്നാട്ടിലെ DMK ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ ഒരു യോഗത്തിന് വിളിക്കുകയും ആ യോഗം ചെന്നൈയിൽ കൂടുകയും ചെയ്തു. മിക്കവാറുമുള്ള എല്ലാവരും യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആരും യോഗത്തിൽ പങ്കെടുത്തില്ല. അതോടുകൂടി വീണ്ടും അൻവർ ഞെട്ടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെ മറ്റൊരു ഊരാക്കുടുക്ക് കൂടി ഇപ്പോൾ അൻവറിൻ്റെ മുന്നിൽ വന്ന് കിടക്കുകയാണ്. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അൻവർ നേരത്തെ നടത്തിയ ചില പ്രസ്താവനകൾ തങ്ങളെ വെല്ലുവിളിക്കുന്നതായി കോൺഗ്രസിന് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അൻവർ അന്ന് പറഞ്ഞത് താൻ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ UDF മത്സരിപ്പിച്ചാൽ തൻ്റെ പിന്തുണ UDFന് ലഭിക്കും എന്നാണ്. അല്ലെങ്കിൽ UDF അവിടെ തോൽക്കുമെന്നാണ് അൻവർ പറഞ്ഞതിൻ്റെ പൊരുൾ. സ്വാഭാവികമായും കോൺഗ്രസ് അൻവറിൻ്റെ വാക്ക് കേൾക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ വിഷയം. അൻവർ പറഞ്ഞതുപോലെ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നൽകാതെ ഇരുന്നാൽ അൻവറിന് മുന്നിൽ കോൺഗ്രസ് കീഴടങ്ങുന്നത് പോലെയാകും. ഇനി അതല്ല, അൻവർ പറഞ്ഞത് കേട്ട് ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നൽകിയാൽ അൻവർ കലിക്കും. ഏതെങ്കിലും രീതിയിൽ പുള്ളിക്കാരൻ കുളം കലക്കുകയും ചെയ്യും. ഇനി മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്.
UDF ആര്യാണ ഷൗക്കത്തിന് സീറ്റ് നൽകാതെ വി ജോയിക്ക് സീറ്റ് നൽകിയാൽ ആര്യാണ ഷൗക്കത്ത് ഉറപ്പായും മറികടന്ന് ചാടും. ഷൗക്കത്ത് കോൺഗ്രസ് വിടുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നല്ല ഒരു സംഘത്തെയും കൊണ്ടേ അദ്ദേഹം പാർട്ടി വിടുകയുള്ളൂ. രണ്ടായാലും ഇപ്പോൾ പെട്ടിരിക്കുന്നത് കോൺഗ്രസ്സാണ്. അതിനുള്ള ആപ്പ് വച്ചു കൊടുത്തത് അൻവറും. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ UDF പ്രവേശന കാര്യം ഇതുവരെയ്ക്കും തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തെങ്കിലും തീരുമാനിക്കുകയാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകളും മറ്റും നോക്കി ആ സമയമാകുമ്പോൾ തീരുമാനിക്കാമെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഇപ്പോഴുള്ളത് എന്ന് തോന്നുന്നു. മാത്രമല്ല, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിനോട് UDFിലെ ഘടകകക്ഷികൾക്കൊന്നും ഒട്ടുമേ താൽപ്പര്യമില്ല. ഇലക്ഷൻ അടുത്തെത്തി നിൽക്കെ ഘടകകക്ഷികളുടെ അഭിപ്രായം ചോദിക്കാതെ ഒരു തീരുമാനമെടുക്കാൻ ഒരിക്കലും കോൺഗ്രസിന് കഴിയുകയുമില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വേറെ ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ചില ഉപാധികൾ കൂടി കോൺഗ്രസിന് മുന്നിൽ വച്ചിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ. അതായത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് 3 സീറ്റുകൾ വേണമെന്നാണ് അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് UDFിനോട് ആവശ്യപ്പെട്ടതെന്നാണ് സൂചനകൾ. ഈ ഒരു സംഗതി കൂടി നിലനിൽക്കുന്നതിനാലാണ് അൻവറിനെയും അൻവറിൻ്റെ പാർട്ടിയെയും UDFും കോൺഗ്രസും ഇന്ദിരാഭവൻ്റെ വാതിലിന് വെളിയിൽ നിർത്തിയിരിക്കുന്നത് എന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനും കേരളത്തിൽ PV അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനും 2 ലക്ഷ്യങ്ങളാണ് എന്നുള്ളതാണ് രസകരം. ദേശീയ തലത്തിലെ തൃണമൂൽ കോൺഗ്രസ്, അതായത് മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പോ ഏതെങ്കിലും മുന്നണിയിൽ കയറി പറ്റണമെന്നുള്ളതോ തങ്ങളുടെ പ്രധാന വിഷയമല്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അൻവർ കേരളത്തിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഡെറിക് ഒബ്രിയൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ PV അൻവറിൻ്റെ ലക്ഷ്യം UDF മുന്നണിയിൽ കയറി പറ്റുക എന്നുള്ളതും പാർട്ടിക്ക് ഇവിടെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതുമാണ്. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും പുള്ളിക്കാരൻ ഇപ്പോൾ തയ്യാറാണ്. അതിനുദാഹരണമാണ് താൻ രാജിവെച്ച ഒഴിവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ താൻ മത്സരിക്കുന്നില്ല എന്നും പകരം UDFിന് പിന്തുണ നൽകുമെന്നും അൻവർ അറിയിച്ചത്. ഇതിൽ ഏറ്റവും വലിയ രസകരമായ സംഗതി എന്തെന്നാൽ, ദേശീയ തലത്തിൽ നിന്ന് വരെ ആൾക്കാർ എത്തി കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ യോഗം കൂടിയെങ്കിലും അൻവറിനെയോ അൻവർ നേതൃത്വം നൽകുന്ന തങ്ങളുടെ പാർട്ടിയെയോ മുന്നണിയിലെടുക്കണമെന്ന് അവർ ആരോടും ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളിൽ മത്സരിച്ച് അതിൽ 2 സീറ്റിലെങ്കിലും വിജയിച്ച് തങ്ങളുടെ കഴിവ് തെളിയിക്കണമെന്നാണ് PV അൻവർ ഇപ്പോൾ കരുതിയിരിക്കുന്നത്. എന്തായാലും ആ വച്ച വെള്ളമാണ് ചൂടാറി തണുത്ത് മരവിച്ച് ഇപ്പോൾ അടുപ്പിൽ തന്നെ ഇരിക്കുന്നത്. എന്തായാലും അൻവർ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്ന സൂചനകൾ പുറത്തു വന്ന ആ 3 സീറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി ഓരോ സീറ്റുകൾ വീതമാണ് അൻവർ ആവശ്യപ്പെട്ടത് എന്നാണ് സൂചനകൾ. അതിൽ മലപ്പുറം ജില്ലയിൽ അൻവർ ആവശ്യപ്പെട്ടത് തവനൂർ സീറ്റാണെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇടതുപക്ഷ MLA ആയ KT ജലീൽ സ്ഥിരമായി മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് തവനൂർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലത്തിൽ നിന്നും ചെറിയ ഭൂരിപക്ഷത്തിനാണ് KT ജലീൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ചാരിറ്റി പ്രവർത്തകനായ ഫിറോസ് കുന്നംപറമ്പിലായിരുന്നു അന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. KT ജലീൽ 70,358 വോട്ടുകൾ നേടിയപ്പോൾ ഫിറോസ് കുന്നംപറമ്പിൽ 67,794 വോട്ടുകളാണ് നേടിയത്. തവനൂർ മണ്ഡലത്തിൽ തനിക്ക് വളരെയേറെ സ്വാധീനമുണ്ടെന്നും അതുകൊണ്ട് തന്നെ സീറ്റ് തനിക്ക് ലഭിച്ചാൽ തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും അതിനൊപ്പം UDF പിന്തുണ കൊണ്ടും മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയും എന്നുമാണ് PV അൻവർ കരുതുന്നത്. മാത്രമല്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KT ജലീൽ മത്സരിക്കില്ല എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തവനൂർ നിയമസഭാ സീറ്റിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നതെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തൃണമൂൽ കോൺഗ്രസിന് നൽകണമെന്നാണ് PV അൻവർ ആവശ്യപ്പെട്ടതെന്നാണ് സൂചനകൾ. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലം നിയമസഭാ നിയോജക മണ്ഡലവും തങ്ങൾക്ക് തരണമെന്നാണ് PV അൻവർ UDFിനോട് ആവശ്യപ്പെട്ടതെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. 2011 മുതൽ ഇടതുപക്ഷ സ്വതന്ത്രനായ PT റഹീം മത്സരിക്കുന്ന മണ്ഡലമാണ് കുന്ദമംഗലം. ഈ 3 തവണയും മണ്ഡലത്തിൽ റഹീം തന്നെയാണ് വിജയിച്ചു വന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PT റഹീം UDFിലെ ദിനേശ് പെരുമണ്ണയാണ് തോൽപ്പിച്ചത്. റഹീം അന്ന് 85,138 വോട്ടുകൾ നേടിയപ്പോൾ ദിനേശിന് നേടാൻ കഴിഞ്ഞത് 74,862 വോട്ടുകൾ മാത്രമായിരുന്നു. ഈ സീറ്റും തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് എന്നാണ് PV അൻവറിൻ്റെ അവകാശവാദം. UDF പിന്തുണയോടെ മണ്ഡലത്തിൽ ശക്തമായ ഒരു മത്സരം നടത്താമെന്നും അതിൽ UDF സ്ഥാനാർത്ഥിക്ക് തന്നെ വിജയം നേടാൻ കഴിയുമെന്നുമാണ് PV അൻവർ UDF മുന്നണിയോട് വ്യക്തമാക്കിയതെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കണ്ണൂർ ജില്ലയിലേക്ക് എത്തുമ്പോൾ PV അൻവർ UDFിന് മുന്നിൽ വച്ചിരിക്കുന്നത് 2 മണ്ഡലങ്ങളാണ്.
മട്ടന്നൂർ അല്ലെങ്കിൽ ധർമ്മടം. ഈ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം തനിക്ക് ലഭിക്കണമെന്നാണ് പി വി അൻവറിൻ്റെ ആഗ്രഹമെന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ ഈ 2 മണ്ഡലങ്ങളിലും LDFിൻ്റെ ശക്തരായ സ്ഥാനാർത്ഥികളായിരുന്നു മത്സരിച്ചിരുന്നത്. മട്ടന്നൂർ മണ്ഡലത്തിൽ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും CPM നേതാവുമായ KK ശൈലജ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയതും KK ശൈലജ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു LDF സ്ഥാനാർത്ഥി. മികച്ച വിജയം തന്നെയാണ് പിണറായി വിജയൻ മണ്ഡലത്തിൽ അന്ന് സ്വന്തമാക്കിയത്. ഈ രണ്ടിലേതെങ്കിലും ഒരു മണ്ഡലം തങ്ങൾക്ക് കിട്ടിയാൽ അവിടെ മത്സരിക്കുന്നവർ ആരായിരുന്നാലും അവർക്ക് വലിയ രീതിയിലുള്ള ഭീഷണി ഉയർത്തുവാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത് എന്നാണ് വിവരങ്ങൾ. അതായത് ജയം എന്നുള്ളതല്ല, LDF കോട്ടകളിൽ കയറി മത്സരിക്കുക എന്ന സൈക്കോളജിക്കൽ രീതിയാണ് അൻവർ ഇവിടെ പ്രാവർത്തികമാക്കാൻ നോക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താൻ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം UDFന് മുന്നിൽ വച്ച PV അൻവർ UDF പ്രവേശനത്തിന് ശേഷമുള്ള തങ്ങളുടെ ഭാവി കാര്യങ്ങളിലും കൃത്യതയാർന്ന തീരുമാനത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. എന്നാൽ PV അൻവറെ മുന്നണിയിലേക്ക് എടുക്കുന്നത് ഒട്ടകത്തിന് ഇടം കൊടുക്കുന്നത് പോലെയുള്ള ഒരു സാഹചര്യം ഒരുക്കുമോ എന്നുള്ളത് തന്നെയാണ് UDFനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്നത്. LDF സ്വതന്ത്രനായി 2 തവണ നിയമസഭയിലെത്തിയ PV അൻവർ ഒടുവിൽ LDF മുന്നണിക്കും പ്രത്യേകിച്ച് CPMനും വരുത്തിവച്ച തലവേദന ചെറുതല്ല. PV അൻവറെ UDF മുന്നണിയിൽ ഉൾപ്പെടുത്തുകയും എന്നാൽ പിന്നീട് LDFന് വന്നതുപോലെയുള്ള ഒരു സാഹചര്യം UDFന് ഉണ്ടാവുകയും ചെയ്താൽ അത് തരണം ചെയ്യുക ബുദ്ധിമുട്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകളും UDFിലെ ഘടകകക്ഷികൾ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും നൽകിയിട്ടുണ്ട്. RSP ഉൾപ്പെടെയുള്ള UDFിലെ ഘടകകക്ഷികൾ അൻവറെ മുന്നണിയിൽ എടുക്കരുത് എന്ന് തന്നെയാണ് ശക്തമായി വാദിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മുന്നണി പ്രവേശനത്തിന് മുൻപ് തന്നെ തങ്ങൾക്ക് അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങാനുള്ള അൻവറിൻ്റെ വലിയ ബുദ്ധി മുന്നണി പ്രവേശനത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.